ഇന്ന് നമ്മൾ സ്ക്വയർ മെട്രീസസിൻ്റെ ഡയഗണലൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n അല്ലെങ്കിൽ n/n സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സ് എനെ ഡയഗണലൈസബിൾ എന്ന് പറയുന്നത് ഇഫ് ദർ എക്സിസ്റ്റ് എ നോൺ സിംഗുലർ മെട്രിക്സ് P സച്ച് ദാറ്റ് P ഇൻവേഴ്സ് എ പി ഇസ് എ ഡയഗണൽ മെട്രിക്സ്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ എന്ന് പറയണമെങ്കിൽ വി ക്യാൻ ഡിറ്റർമൈൻ എ നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് P ഓഫ് ഓർഡർ n സച്ച് ദാറ്റ് P ഇൻവേഴ്സ് എ പി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ദിസ് എ ഈസ് എ ഡയഗണലൈസബിൾ മെട്രിക്സ്. മാത്രമല്ല വി സേ ദാറ്റ് ദിസ് P ഡയഗണലൈസസ് എ എന്നും നമ്മൾ പറയും. അപ്പോൾ ഡയഗണലൈസേഷൻ എന്തിന് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഡയഗണലൈസേഷൻ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡയഗണലൈസേഷൻ്റെ പ്രോബ്ലം പറയുന്നതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തിയറം നമ്മുടെ ടെക്സ്റ്റ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് തിയറത്തിൻ്റെ പ്രൂഫും ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രൂഫിലേക്ക് പോകുന്നില്ല. ഫസ്റ്റ് തിയറം പറയുന്നത് ഇതാണ്: ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n then എ ഈസ് ഡയഗണലൈസബിൾ ഇഫ് A has n linearly independent eigenvectors. എയ്ക്ക് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen vectors ഉണ്ടെങ്കിൽ എ ഡയഗണലൈസബിൾ ആയിരിക്കും. n എന്ന് പറയുന്നത് എത്ര ഓർഡർ ആണോ അത്രയും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് കിട്ടുമെങ്കിൽ എ ഡയഗണലൈസബിൾ ആയിരിക്കും. അടുത്ത തിയറം പറയുന്നത് ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് തിയറമാണ്. തിയറം പറയുന്നതാണ് എ ഈസ് ഡയഗണലൈസബിൾ. എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n then A is diagonalizable if and only if A has n linearly independent eigenvectors. അത് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് തിയറാണ്. നേരത്തെ പറഞ്ഞ തിയറത്തിന് കോൺവേഴ്സും വാലിഡ് ആണ് എന്നാണ് ഈ തിയറത്തിൻ്റെ അത് പറഞ്ഞേക്കുന്നത്. തേർഡ് തിയറം പറയുന്ന കാര്യം ഇതാണ്: എ എന്ന് പറയുന്നത് is a square matrix such that A has n distinct eigenvalues then A is diagonalizable. അതായത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ആണ്, അതിന് eigen വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഈ തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടുന്ന് വരാൻ പോകുന്നത്. ഒന്ന്, ഒരു മെട്രിക്സ് തന്നിട്ട് നമ്മളോട് ചോദിക്കും അത് ഡയഗണലൈസബിൾ ആണോ. അപ്പോൾ ഡയഗണലൈസബിൾ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇത്രയും മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ eigen വാല്യൂസ് കണ്ടുപിടിക്കുക. ആ eigen വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡയഗണലൈസബിൾ ആണ്. ഇനി ഡയഗണലൈസബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് എങ്കിൽ eigen വാല്യൂസ് സെയിം ആണെന്ന് വെച്ച് ഉടനെ നമുക്ക് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം സെയിം eigen വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ eigen വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ eigen വെക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള eigen വെക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ ഡയഗണലൈസബിൾ അല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്തായിരിക്കണം? eigen വെക്ടേഴ്സ് എത്ര ഓർഡറിലുള്ള മെട്രിക്സ് ആണോ അത്രയും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigen വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള eigen വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എങ്കിൽ ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാൻ പറ്റും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്തുള്ളത് എ ഒരു ഡയഗണലൈസബിൾ മെട്രിക്സ് ആണോ? ഇഫ് എ ഈസ് ഡയഗണലൈസബിൾ ഫൈൻഡ് ദ മെട്രിക്സ് P സച്ച് ദാറ്റ് find the matrix P that diagonalizes AB. എനെ ഡയഗണലൈസ് ചെയ്ത മെട്രിക്സ് P കണ്ടുപിടിക്കുക. ഓൾസോ ഫൈൻഡ് ദി ഡയഗണൽ മെട്രിക്സ് വിച്ച് ഇസ് P ഇൻവേഴ്സ് AP. അതായത് ഡയഗണലൈസബിൾ ആണെങ്കിൽ P ഇൻവേഴ്സ് AP എന്ന് പറയുന്ന ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അത് ഏതായിരിക്കും എന്ന് കൂടി എഴുതുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ രണ്ട് പ്രോബ്ലംസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന് പറഞ്ഞിട്ടൊരു 2x2 മെട്രിക്സ് തന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന ഡയഗണലൈസബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ eigen വാല്യൂസും eigen വെക്ടേഴ്സും ഒക്കെ വേണം. സോ നമുക്ക് ആദ്യം അതിൻ്റെ eigen വാല്യൂസ് കണ്ടുപിടിക്കാം. eigen വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം eigen വാല്യൂസ് ആർ ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വിച്ച് ഇസ് ഡിറ്റർമിനൻറ്റ് a minus lambda equal to 0. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ടുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ് ഇവിടെ. a minus lambda equal to 0യുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ക്യാൻ see that lambda square minus 10 lambda plus 25 equal to 0. Factorize ചെയ്യുമ്പോൾ lambda minus 5 into lambda minus 5 എന്ന് വരും. That means lambda equal to 5. സെയിം eigen വാല്യൂസ് ആണ്. eigen വാല്യൂസ് സെയിം ആണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്കിത് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഈ ലാംഡ ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ലാംഡ ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. നമുക്കറിയാം eigen വെക്ടേഴ്സ് ആർ ഗിവൺ ബൈ ഇഫ്
K is the eigenvector corresponding to lambda equal to 5, then K is a non-zero vector such that A minus lambda I into matrix A minus lambda I into K equal to 0. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് വെക്ടർ കെനെയാണ് നമ്മൾ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത്. സോ അത് കൺസിഡർ ചെയ്യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലാംഡ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലാംഡയ്ക്ക് പകരം 5 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഇങ്ങനെ ആയിരിക്കും വരിക 3 - 5 4 - 1 7 - 5 ഇൻറ്റു കെ എന്ന് പറയുന്നത് ഞാൻ ഓർഡർ 2 ആയതുകൊണ്ട് K1 K2 എന്ന് ചൂസ് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് -2 4 -1 2 ഇൻറ്റു K1 K2 ഈക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് K1 K2 കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാൻ ഈ രീതിയിൽ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. -2 4 -1 2, പിന്നെ റൈറ്റ് സൈഡ് ഈ 0 എന്ന് പറയുന്നത് 0 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ 0 0 ഇവിടെ ചേർത്ത് ഇങ്ങനെ എഴുതി. അപ്പോൾ വരുന്നത് -2 4 -1 2 0 0. ഇതിനെ റോ ട്രാൻസ്ഫോർമേഷൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന റോ ട്രാൻസ്ഫോർമേഷൻസ് പറയാം. ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്കാണ് പോയത്. റോ ട്രാൻസ്ഫോർമേഷൻ ആദ്യം ഫസ്റ്റ് റോയിനെ -2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1 -2 0 എന്ന് വരും. ദെൻ സെക്കൻഡ് റോ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സെക്കൻഡ് റോയിൽ എലമെൻറ്റ്സ് 0. അപ്പോൾ ഇതായിരിക്കും നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിൽ വരിക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 1 -2 0 0 ഇൻറ്റു K1 K2 ഈക്വൽ ടു 0 0 എന്ന് വരും. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ K1 - 2 K2 ഈക്വൽ ടു 0 എന്നുള്ളൊരു സിംഗിൾ ഇക്വേഷൻ മാത്രമേ വരുള്ളൂ. ഇവിടെ K2ന് ഞാൻ വാല്യൂ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ K1 ഈക്വൽ ടു 2 എന്ന് വരും. ദാറ്റ് മീൻസ് K ഈക്വൽ ടു 2 1 എന്ന് പറയുന്നത് ഈ പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വെക്ടറാണ്, അല്ലെങ്കിൽ K ഈക്വൽ ടു 2 1 എന്ന് പറയുന്ന ഒരു ഏഗൻ വെക്ടറാണ്. ഇനി K2ന് ഞാൻ വാല്യൂ 1 കൊടുക്കുന്നതിന് പകരം K2ന് 2 കൊടുത്താൽ K1ൻ്റെ വാല്യൂ 4 ആയിരിക്കും വരിക. K2ന് 3 കൊടുത്താൽ K1ൻ്റെ വാല്യൂ 6 ആയിരിക്കും വരിക. അല്ലെ ഇനി K2ന് ഞാൻ 1 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ K1ൻ്റെ വാല്യൂ K2ന് 1 അല്ല 1/2 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ K1ൻ്റെ വാല്യൂ 1 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഏഗൻ വെക്ടേഴ്സാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾസ് ആണ് ഞാൻ ആ പറഞ്ഞ ഏഗൻ വെക്ടേഴ്സ് എല്ലാം. ദാറ്റ് മീൻസ് ഇതിനോട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതല്ല. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആവുന്നത് എപ്പോഴാണ്? ഒന്നിനെ മറ്റതിൻ്റെ സ്കാലാർ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റില്ലെങ്കിലാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ വെക്ടേഴ്സും ഇതിൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയേണ്ടി വരും? ഇതിനോട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മറ്റൊരു വെക്ടർ സാറ്റിസ്ഫൈയിങ് ദിസ് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞെന്നാൽ ഈ ഒരു ഏഗൻ വെക്ടർ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ അല്ല. ഒന്നുകൂടെ പറയാം. നമ്മളെ സംബന്ധിച്ച് ഏഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 5 മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ബിക്കോസ് ലാംഡ ഈക്വൽ ടു 5 എന്നുള്ള ഒരേ ഒരു ഏഗൻ വാല്യൂ മാത്രമല്ല, ഏഗൻ വാല്യൂ റിപ്പീറ്റഡ് ആണ്. 5 മാത്രമേ ഏഗൻ വാല്യൂ ഉള്ളൂ. അപ്പോൾ ലാംഡ ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏഗൻ വെക്ടർ കണ്ടുപിടിച്ചപ്പോൾ ഈ ഒരു ഏഗൻ വെക്ടർ കിട്ടി. ഇനി ഏത് ഏഗൻ വെക്ടറുകൾ നമ്മൾ കണ്ടുപിടിച്ചാലും അതെല്ലാം ഇതിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരിക. ഇതിനോട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റൊരു ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇതിന് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്ടേഴ്സ് കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കിട്ടില്ലാത്തതുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് വൺ ഈസ് നോട്ട് ഡയഗണലൈസബിൾ. നമുക്ക് തിയറം പ്രകാരം കൺക്ലൂഷൻ പറയാനായിട്ട് പറ്റും ഈ മെട്രിക്സ് നോട്ട് ഡയഗണലൈസബിൾ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് A എന്ന് പറയുന്നത് -5 9 -6 10 എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഈ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് ഞാൻ കണ്ടുപിടിച്ചു. ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ λ² -5 λ + 4 = 0. ദാറ്റ് മീൻസ് ഏഗൻ വാല്യൂസ് 1ഉം 4ഉമാണ്. ഏഗൻ വാല്യൂസ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് കിട്ടിയാൽ അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ മെട്രിക്സ് A ഈസ് ഡയഗണലൈസബിൾ. A ഡയഗണലൈസബിൾ ആണ്. ഇനി നമ്മളോട് ഡയഗണലൈസബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇത്രയും മാത്രമേ സ്റ്റെപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡയഗണലൈസബിൾ എന്ന് പറയാം. ഇനി നമ്മളുടെ ക്വസ്റ്റൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഗിവൺ ദ മെട്രിക്സ് A ഈക്വൽ ടു -5 9 -6 10 ഈസ് ദിസ് മെട്രിക്സ് ഡയഗണലൈസബിൾ? If it is diagonalizable, determine the matrix P that diagonalizes A. Also find the diagonal matrix D equal to P inverse AP. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റൻ എന്ന് വിചാരിക്കാം. D equals P inverse AP. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്കിത് ഡയഗണലൈസബിൾ ആണെന്ന് കിട്ടി. അങ്ങനെയാണ് ഇനി അടുത്ത നമ്മളോട് ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് P കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട്
തിയറത്തിൻ്റെ പ്രൂഫിൻ്റെ അകത്ത് സ്റ്റെപ്പ് പറയുന്നുണ്ട്. എനിവേ ഞാൻ ഡയറക്റ്റ് അങ്ങ് പറയുകയാണ്. ഈ പി എന്ന് പറയുന്ന മെട്രിക്സ് എയ്ഗൻ വെക്ടേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ലാംഡ ഈക്വൽ ടു 1നും 4നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ അത് ഉപയോഗിച്ച് നമുക്ക് ഈ ഡയഗണലൈസിങ് മെട്രിക്സ് പി എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ മെട്രിക്സ് എയുടെ എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. എയ്ഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 1 ഞാനിവിടെ ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞത് അതേ പ്രൊസീജിയർ തന്നെയാണ്. ലാംഡയുടെ വാല്യൂ 1 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. നമുക്കതിന് റോ ട്രാൻസ്ഫോർമേഷനൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ K1 - 3/2 K2 = 0 എന്നൊരു അവിടെ നമുക്ക് പറയാൻ പറ്റും. K എന്ന് പറയുന്നത് 3, 2. ഇതാണ് ഞാനിതിനെ ഫസ്റ്റ് എയ്ഗൻ വെക്ടറിനെ ക്യാപിറ്റൽ K1 എന്ന് വിളിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ K1 എന്ന് പറയുന്നത് 3, 2 എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. 3, 2 അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് സ്കേലാർ മൾട്ടിപ്പിൾ വേണമെങ്കിലും വരാം. ഏറ്റവും സിമ്പിളായിട്ട് 3, 2 എന്ന് എടുത്തു. ഇനി ലാംഡ ഈക്വൽ ടു 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടർ ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നു. ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡയറക്റ്റ് അത് ചെയ്യുമ്പോൾ K1 - K2 = 0 എന്നുള്ള ഇക്വേഷനാണ് വരുന്നത്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ K1 K2ന് 0 എന്ന് എടുത്താൽ മതി. ദാറ്റ് മീൻസ് എയ്ഗൻ വെക്ടർ ഇതിനെ ഞാൻ K2 എന്ന് പറയുന്നു, 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രണ്ട് എയ്ഗൻ വാല്യൂസ് നമുക്ക് കിട്ടി. അതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടേഴ്സ് കിട്ടി. ഇവർ തമ്മിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി പി എന്ന് പറയുന്ന മെട്രിക്സ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നോക്കിക്കൊള്ളുക. പി ഈക്വൽ ടു ഈ K1 ആണിത്. ദിസ് വൺ ഈസ് K1 ആൻഡ് ഇറ്റ് ഈസ് K2. ഇങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ തീർത്തിൻ്റെ പ്രൂഫിലായ സ്റ്റെപ്പ് വരുന്നുണ്ട്. പ്രൂഫ് നമ്മൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ മെത്തേഡ് പറയുകയാണ്. ഡയഗണലൈസിങ് മെട്രിക്സ് പി എന്ന് പറയുന്നത് ഈ എയ്ഗൻ വെക്ടേഴ്സ് കോളം വെക്ടേഴ്സ് ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ്. പി പറഞ്ഞു. ഇതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇതൊരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 1/ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 3 - 2 വരും, 1 ആണ്. സോ 1/1 ഇൻറ്റു ഇനി ഈ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 3, 1, 3, 1, 3. ദിസ് വൺ ഇതിൻ്റെ സൈൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും സൈനും ചേഞ്ച് ചെയ്യുക. 3, 2 ആയിരുന്നു അകത്ത് 1, 1. ഓക്കെ, സോ ഇതായിരിക്കും ഇൻവേഴ്സ് വരിക. ഇനി ഈ പി ഇൻവേഴ്സ് എ പി എന്ന് പറയുമ്പോൾ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു പി ഇൻവേഴ്സ് വന്നിരിക്കുന്ന 1 - 1 - 2, 3 ഇൻറ്റു എ വരുന്നത് ഇതാണ് -5, 9 -6, 10 ഇൻറ്റു പി വന്നിരുന്നത് 3, 1, 2, 1. ഇത് മെട്രിക്സ് ആദ്യം ഈ രണ്ടെണ്ണം മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും രണ്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള മെട്രിക്സസ് മൾട്ടിപ്ലൈ കിട്ടുന്ന മെട്രിക്സിന് അടുത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയേക്കാണ്. ആൻസർ ഞാൻ എഴുതുകയാണ്. ഇത് കിട്ടുന്നത് 1004 എന്നായിരിക്കും. ഇത് ഏതാണ്? 1004 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 1ഉം 4ഉം ഏതാണ്? ഈ എയ്ഗൻ വാല്യൂസ് ആണ്. സോ ഇതിപ്പോൾ ഞാനൊരു 2/2 മെട്രിക്സ് ആയതുകൊണ്ടാണ് ഡയഗണലൈസിങ് മെട്രിക്സ് ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. നമുക്ക് ഡയറക്റ്റ് ഡയഗണലൈസിങ് മെട്രിക്സ് എഴുതാനായിട്ട് പറ്റും. ഡയഗണലൈസിങ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ഡയറക്റ്റ് എഴുതാനായിട്ട് പറ്റും. ഡയഗണൽ മെട്രിക്സ് ഏതായിരിക്കും? ഈ എയ്ഗൻ വാല്യൂസ് എയ്ഗൻ വെക്ടർ ഏത് ഓർഡറിലാണോ എടുത്തിരിക്കുന്നത് ആ ഓർഡറിലായിരിക്കും എയ്ഗൻ വാല്യൂസ് വരിക. ഇപ്പോൾ ഞാൻ ഈ പിയുടെ ഫസ്റ്റ് കോളം എടുത്തിരിക്കുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഈ K2 ഇതായിരുന്നു എടുത്തിരുന്നതെങ്കിൽ ഈ പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 4, 0, 0, 1. അതായത് ഇത് ഓർഡർ മാറ്റിയാണ് എടുത്തിരുന്നെങ്കിൽ അങ്ങനെ വരും. സോ ഈ പറയുന്ന ഡയഗണലൈസേഷൻ ഒരു മെട്രിക്സ് ഒരു 2/2 മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ അത് ഡയഗണലൈസിബിൾ അല്ല എന്ന് കാണിക്കണമെങ്കിലത്തെ മെത്തേഡ് ഞാൻ ഈ എക്സാമ്പിളിൽ പറഞ്ഞു. ഇത് ഡയഗണലൈസിബിൾ ആയിട്ടുള്ളൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഡയഗണലൈസിബിൾ ആണെങ്കിൽ അതിനെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡയഗണൽ മെട്രിക്സ് ഏതാണെന്നും പറഞ്ഞു. ഓക്കെ, സോ ഈ മെത്തേഡ് പ്രകാരം നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു 2/2 മെട്രിക്സിൻ്റെ കേസിൽ അത് ഡയഗണലൈസിബിൾ ആണെങ്കിൽ അതിനെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സും അതുപോലെ തന്നെ ഡയഗണൽ മെട്രിക്സും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അത് ഡയഗണലൈസിബിൾ അല്ല എന്നാണെങ്കിൽ ആ കൺക്ലൂഷനും കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ 2/2 മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷനാണ് കൺസിഡർ ചെയ്തത്. ഇനി നമുക്കൊരു 3/3 മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷൻ കൺസിഡർ ചെയ്യാം. ഒരു ക്വസ്റ്റൻ ആയിട്ട് എന്നോട് നോട്ട് ചെയ്തേക്കാണ്. ഡിറ്റർമൈൻ വെദർ A is diagonalizable. If so, find the matrix P that diagonalizes A. Also determine the diagonal matrix D equal to P inverse AP. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ക്വസ്റ്റൻ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ മീൻസ് ഈ മെട്രിക്സ് എ വെച്ചിട്ടല്ല, ഇതുപോലൊരു ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ
മെട്രിക്സ് എ തന്നിട്ടുണ്ട്, ഇതാണ് മെട്രിക്സ് എ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയഗണലൈസബിൾ ആണോ അല്ലയോ അത് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ടത് മെട്രിക്സ് എയുടെ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്തു, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇതിന് എക്സ്പാൻഷൻ സ്റ്റെപ്പ്, ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ ആണ്, സ്റ്റെപ്പ് ഞാനിവിടെ എഴുതിയിട്ടില്ല. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 12 ലാംഡ ഈക്വൽ ടു 0. ക്യൂബിക് ഇക്വേഷനാണ്, നമുക്കറിയാം ഇതിന് ഫാക്ടറൈസ് ചെയ്യാൻ. പക്ഷേ ഇവിടെ നമുക്ക് ഏതായാലും വളരെ ഈസി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് ലാംഡ ഒരു കോമൺ ഫാക്ടറായിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ലാംഡനെ കോമൺ ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12 എന്ന് വരും. ഇതിൻ്റെ ഫാക്ടറൈസേഷൻ നോക്കിയാൽ മതി. ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ലാംഡയുടെ വാല്യൂ 4ഉം മീൻസ് റൂട്ട്സ് 4ഉം ആഡ് ചെയ്യുമ്പോൾ 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 12ഉം കിട്ടണം. അപ്പോൾ 4ഉം 3ഉം എടുത്താൽ മതി. ദാറ്റ് മീൻസ് ലാംഡ പ്ലസ് 4 ഇൻറ്റു ലാംഡ മൈനസ് 3 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ലാംഡ വാല്യൂസ് പറഞ്ഞത് 0 മൈനസ് 4 3. ലാംഡ ഈക്വൽ ടു 0 വരാൻ ലാംഡയുടെ വാല്യൂ മൈനസ് 4 വരാൻ ലാംഡയുടെ വാല്യൂ 3 വരാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് വന്നിരിക്കുന്നു. സോ നമുക്ക് പറയാനായിട്ട് പറ്റും ഈ മെട്രിക്സ് എ ഡയഗണലൈസബിൾ ആണ്. ഇപ്പോൾ 3x3 മെട്രിക്സിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, ഇത് സെയിം അല്ല എങ്കിലും നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള എക്സാമ്പിളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഈഗൻ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് ഉണ്ടാവും. എനിവേ ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ഈഗൻ വാല്യൂസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഇത് ഡയഗണലൈസബിൾ ആണ്. അപ്പോൾ ഡയഗണലൈസബിൾ ആണ് എന്നുള്ളത് കൊണ്ട് അത് മാത്രം കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല. ഡയഗണലൈസബിൾ ആണോ? ആണ്, അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് പി വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആ പി എന്ന് പറയുന്ന മെട്രിക്സ്, ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് പി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് ഈഗൻ വെക്ടേഴ്സ് കോളം വെക്ടേഴ്സ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഈഗൻ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ലാംഡ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടറാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ലാംഡ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈഗൻ വെക്ടർ എഴുതാനായിട്ട് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ 0 ആണ് എടുത്തിരിക്കുന്നത് കൊണ്ട് 1 2 1 എന്ന് സെയിം വന്നു. 6 -1 0 -1 -2 1 -1 എന്ന് വന്നു. ഇപ്പോൾ ലാംഡയുടെ വാല്യൂ 0 അല്ല, നമുക്കിപ്പോൾ 4ന് കറസ്പോണ്ടിങ് -4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ -4 എടുത്തിട്ടുള്ള ഇക്വേഷനാണ് എഴുതുന്നത്. ഇവിടെ ഇപ്പോൾ ലാംഡ 0 ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇക്വേഷൻ വന്നത്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഈ രീതിയിൽ റോ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ നോക്കുക, ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് റോയും തേർഡ് റോയും കൂടെ നോക്കിയാൽ മനസ്സിലായി വരും, തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ R3 ഗീവ്സ് R1 + R3 കൊടുക്കുകയാണെങ്കിൽ ഈ റോ കംപ്ലീറ്റ് 0 ആക്കാം. പിന്നെ സെക്കൻഡ് റോയിൽ ഈ എലമെൻറ്റ് 0 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, R2 ഗീവ്സ് R2 - 6 R1 കൊടുത്താൽ മതി. ആ ഓപ്പറേഷൻ ചെയ്തേക്കുന്നതാണ് ഇത്. ഇനി അടുത്തത് വീണ്ടും ഈ എലമെൻറ്റിനെ 1 ആക്കാനായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ R2 ഗീവ്സ്, ഇപ്പോൾ ഞാനിവിടെ ചെയ്ത ഈ രണ്ട് ഓപ്പറേഷൻസ്, R2 ഗീവ്സ് R2 - 6 R1 കൊടുത്തു. R3 ഗീവ്സ് R3 + R1. ഈ രണ്ട് ഓപ്പറേഷൻ പ്രകാരമാണ് ഈ മെട്രിക്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ വീണ്ടും ഈ എലമെൻറ്റിനെ 1 ആക്കാനായിട്ട് R2 ഗീവ്സ് R2 ഡിവൈഡഡ് ബൈ -13 ചെയ്താൽ മതി. അങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. സോ ഈ മെട്രിക്സിനെ നമുക്ക് ഈ ഇക്വേഷനെ റെഡ്യൂസ്ഡ് ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഈ മെട്രിക്സ്, ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 2 1 0 1 6/13 0 0 0 into K1 K2 K3 ഈക്വൽ ടു 0 0 0. ഈ രീതിയിൽ നമുക്ക് ഈ ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇതിൻ്റെ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റാങ്ക് 2 ആണ്. നമുക്കിവിടെ 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ആർബിട്രറി ആയിട്ട് നമുക്ക് എന്തായിരിക്കും റാങ്ക് 2ഉം നമ്പർ ഓഫ് വേരിയബിൾസ് 3ഉം ആണ്. സോ 3 - 2, റാങ്ക് 2ഉം നമ്പർ ഓഫ് വേരിയബിൾസ് 3. അപ്പോൾ 3 - 2 ഒരു വേരിയബിളിന് ആർബിട്രറി ആയിട്ടുള്ള വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എനിവേ ഈ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്, ഇതിനെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? K1 + 2 K2 + K3 = 0, K2 + 6/13 K3 = 0. ഇങ്ങനെ ഇക്വേഷൻ ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന് നമുക്ക് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നോക്കിയിട്ട് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് K3ക്കാണ്. K3ക്ക് ഞാനൊരു -13 എന്നുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ K2ഉം K1ഉം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. K3യുടെ വാല്യൂ ഞാൻ -13 എടുക്കുന്നു. സോ K2 എന്തായിരിക്കും വരിക? 6/13 × -13. അപ്പോൾ K2 = 6 നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. K2ന് 6ഉം K3ക്ക് -13 എന്നുള്ള വാല്യൂ കൂടെ കൊടുത്താൽ K1ൻ്റെ വാല്യൂ 1 എന്ന് വരും. അപ്പോൾ ഈഗൻ വെക്ടർ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും? ലാംഡ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടർ ഞാൻ ക്യാപിറ്റൽ K1 എന്ന് എടുക്കുന്നു. അത് 1 6 -13 K1 K2 K3 ആണ് ഈ എഴുതിയിരിക്കുന്നത്. അതുപോലെ ലാംഡയുടെ വാല്യൂ ആദ്യം നമ്മൾ
0 എടുത്തു. ഇനി ലാംഡയുടെ വാല്യൂ -4 എടുക്കുമ്പോൾ ഞാൻ ഇതേ പ്രൊസീജിയർ യൂസ് ചെയ്തിരിക്കുന്നതാണ്. എക്സാമിന് നമുക്കിത് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാനൊന്നും കിട്ടില്ല. എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ തന്നെ എഴുതി കണ്ടുപിടിക്കണം. അതുപോലെ ലാംഡയുടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇത്. സോ ഇങ്ങനെ ലാംഡയുടെ വാല്യൂ -4 കൊടുത്തപ്പോൾ കിട്ടിയത് -1 2 1 ആണ്. ലാംഡയുടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈഗൻ വെക്ടർ 2 3 -2 ആണ്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഡയഗണലൈസിങ് മെട്രിക്സ് P എന്ന് പറയുന്നത് എന്തായിരിക്കും? K1 K2 K3 ആണ്. അപ്പോൾ K1 ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് 1 6 -13 ആണ്. K2 ആയിട്ട് കിട്ടിയിരിക്കുന്നത് -1 2 1 ആണ്. K3 ആയിട്ട് കിട്ടിയിരിക്കുന്നത് 2 3 -2 ആണ്. ഇതായിരിക്കും ഡയഗണലൈസിങ് മെട്രിക്സ്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗണൽ മെട്രിക്സ് D കണ്ടുപിടിക്കാൻ, ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനാണെങ്കിൽ P ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് വേണം. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓൾസോ ഇതാണ് ഈസ് ദി ഡയഗണലൈസിങ് മെട്രിക്സ്, ഈസ് ദി ഡയഗണലൈസിങ് മെട്രിക്സ് and the diagonal matrix D equal to P inverse AP equal to ഫസ്റ്റ് eigen വാല്യൂ 0 ആയിരുന്നു. സോ 0 0 0. സെക്കൻഡ് eigen വാല്യൂ വന്നത് -4 ആയിരുന്നു. തേർഡ് eigen വാല്യൂ വന്നിരുന്നത് 3 ആയിരുന്നു. ദിസ് വിൽ ബി ദി ഡയഗണൽ മെട്രിക്സ്. സോ നമുക്ക് ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണോ, ആണെങ്കിൽ അത് ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് ഡയഗണൽ മെട്രിക്സ് എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. താങ്ക് യു.